ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 19 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 20-ാമത്തെ ശ്ലോകം നോക്കാം. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാതവ്യം ഇതി, ദാനം ചെയ്യേണ്ടതാണ് എന്ന ചിന്തയോടെ, അതായത് ദാനം ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണ് എന്ന ചിന്തയോടെ, അനുപകാരിണേ, തനിക്ക് ഒരു ഉപകാരവും ചെയ്യാത്തവന് പോലും, അതായത് തിരിച്ച് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ, ദേശേ, ഉചിതമായ സ്ഥലത്തും ഉചിതമായ ഇടത്തും, കാലേ, ഉചിതമായ സമയത്തും, പാത്രേജ, അർഹതയുള്ള ആൾക്കും അർഹമായ പാത്രത്തിലും, യത് ദാനം ദീയതേ തത് ദാനം, ഏതൊരു ദാനമാണോ നൽകപ്പെടുന്നത് ആ ദാനം, സാത്വികം സ്മൃതം, സാത്വികം എന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ യജ്ഞം, തപസ് ഇവയെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ഏതു തരത്തിലുള്ള യജ്ഞവും തപസ്സുമൊക്കെയാണ് സാത്വികമായിട്ടുള്ളത്, രാജസികമായിട്ടുള്ളത്, താമസികമായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ദാനത്തെ പറ്റിയാണ് പറയുന്നത്. സാത്വികമായ ദാനം ഏതാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ദാനം ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണ് എന്ന ധാരണയോടെ, അഥവാ ദാനം ചെയ്യേണ്ടതാണ് എന്ന ചിന്തയോടെ, തനിക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരാൾക്ക് പോലും, അതായത് തിരിച്ച് ഒന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ, ഉചിതമായ സ്ഥാനത്തും ഉചിതമായ സമയത്തും ഉചിതമായ പാത്രത്തിലും, അതായത് അർഹതയുള്ള ആൾക്കും നൽകപ്പെടുന്ന ദാനം സാത്വികമായി കരുതപ്പെടുന്നു. ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ ദാനം ചെയ്യുന്നതിൽ പോലും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ദാനം ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണ്, അല്ലാതെ താൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്ന ഭാവത്തിലല്ല. ദാനം ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണ് എന്ന ബോധത്തിലും, പ്രതിഫലേച്ഛ കൂടാതെയും, താൻ ഈ ദാനം ചെയ്യുന്നതിന് പ്രതിഫലമായി യാതൊന്നും പ്രതീക്ഷിക്കാതെയും, ഉചിതമായ സ്ഥലത്തും, അതിന് വേണ്ട, അല്ലെങ്കിൽ അതിന് ആ അർഹതപ്പെട്ട സ്ഥലത്തേ ചെയ്യാവൂ, അർഹതപ്പെട്ട സമയത്തും, വേണ്ട സമയം ആ സമയത്തേ ചെയ്യാവൂ. അർഹതയില്ലാത്തൊരു സമയത്ത് കൊണ്ടുപോയി ദാനം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഉചിതമായ സ്ഥലത്തും ഉചിതമായ സമയത്തും അത് അർഹിക്കുന്ന വ്യക്തിക്കും വേണം നൽകുവാൻ, അർഹിക്കുന്ന വ്യക്തിക്കോ വ്യക്തികൾക്കോ വേണം നൽകുവാൻ. അങ്ങനെ ചെയ്യുന്ന ദാനം സാത്വികമാകുന്നു. അല്ലാതെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നവന് വീണ്ടും കൊണ്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ദാനം സ്വീകരിക്കേണ്ട ഒരവസ്ഥയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് കൊണ്ടുപോയി ദാനം ചെയ്യുന്നതിലും അർത്ഥമില്ല. അതാണ് ഉചിതമായ സ്ഥലത്തും സമയത്തും അർഹിക്കുന്ന പാത്രത്തിലും വേണം ദാനം ചെയ്യുവാൻ. അങ്ങനെയുള്ള ദാനം സാത്വികമാകുന്നു. ദാനം വിവേകപൂർവമായിരിക്കണം. അർഹിക്കുന്ന പാത്രത്തിലേ ദാനം ചെയ്യാവൂ. അതിന് ഉചിതമായ കാലവും ദേശവും സമയവും സന്ദർഭവും സ്ഥലവും എല്ലാം ഉചിതമായിരിക്കണം. അത് നോക്കി വേണം ദാനം ചെയ്യുവാൻ. തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് ദാനം ചെയ്യുന്നത്. ദാനം സ്വീകരിക്കുന്നയാൾക്ക് നമ്മൾ എന്തോ സേവനം ചെയ്തു എന്ന ചിന്ത ദാനം ചെയ്യുന്നയാൾക്ക് പാടില്ല. അങ്ങനെ അത്തരം ചിന്തയോടെ ദാനം ചെയ്താൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാവില്ല. പകരം ആ ദാനം സ്വീകരിക്കുന്നയാൾ
തനിക്ക് ദാനം ചെയ്യുവാൻ ഒരു അവസരം തന്നതിൽ സ്വീകർത്താവിനോട് ആ ദാനം ചെയ്യുന്നയാൾക്കാണ് കൃതജ്ഞതയുണ്ടാകേണ്ടത്. അതായത് ദാനം സ്വീകരിക്കുന്നയാൾക്കല്ല, ദാനം കൊടുക്കുന്നയാൾക്കാണ് നന്ദി ഉണ്ടാകേണ്ടത്. കാരണം ഈ ദാനധർമ്മം ചെയ്യാൻ അയാൾ തനിക്കൊരവസരം തന്നു എന്ന ഭാവത്തോടെ അയാളോട് വേണം, ദാനം സ്വീകരിക്കുന്നയാളോട് വേണം, ദാനം ചെയ്യുന്നയാൾക്ക് വേണം നന്ദി ഉണ്ടാവാൻ. അത്തരത്തിൽ ചെയ്യുന്ന ദാനം ആണ് സാത്വികമെന്ന് കരുതപ്പെടുന്നത്. അവിടെ ദാനം ചെയ്യുന്നയാളല്ല മുകളിൽ, ദാനം സ്വീകരിക്കുന്നയാളാണ് മുകളിൽ. അതിനുദാഹരണമല്ലേ വാമനൻ ദാനം സ്വീകരിക്കാൻ വന്നപ്പോൾ മഹാബലി വാമനനോട് എങ്ങനെയാണ് പെരുമാറിയത്? വളരെ ആദരപൂർവ്വം സ്വീകരിച്ച് കാൽ കഴുകി ഒക്കെയാണ് ദാനം ചെയ്യുന്നത്. അതാണ് ദാനത്തിൻ്റെ മഹത്വം. ദാനം സ്വീകരിക്കുന്നയാളാണ് അവിടെ ഉന്നതമായ ഭാവത്തിൽ, കൊടുക്കുന്നയാളല്ല. അപ്പോഴാണത് സാത്വികമായി മാറുന്നത്. ദാനം യുക്തിപൂർവമായിരിക്കണം. അതായത് ആവശ്യമില്ലാത്തവന് ദാനം ചെയ്തിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് അർഹതപ്പെട്ടവനേ കൊടുക്കാവൂ. അതിന് അർഹതപ്പെട്ടവർ ധാരാളമുണ്ട്. അത്തരക്കാർക്കേ ദാനം ചെയ്യാവുള്ളൂ. ഉചിതമായ സമയമായിരിക്കണം. ആവശ്യമില്ലാത്ത ഒരു സമയത്ത് കൊണ്ടുപോയി നമ്മുടെ ഡംഭ് കാണിക്കാൻ വേണ്ടി ദാനം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. പിന്നെ സ്ഥിരമായി ഒരാൾക്ക് ഭക്ഷണമൊക്കെ ദാനം ചെയ്യുന്നതിന് പകരം അവന് സ്വയം ഭക്ഷണം സമ്പാദിക്കുവാൻ പ്രാപ്തി ഉണ്ടാക്കി തീർക്കുന്നതാണ് അതിനേക്കാൾ അഭികാമ്യം. എന്നും അവൻ നമ്മുടെ കീഴിലിങ്ങനെ നമ്മുടെ ദാനം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആർക്കായാലും. തുടക്കത്തിലേക്ക് അങ്ങനെ കൊടുക്കാം. പിന്നീട് ആ ദാനം സ്വീകർത്താവ് അവന് സ്വയം ഭക്ഷണം സമ്പാദിക്കുവാൻ പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ദാനം. അതുപോലെ അവനവൻ്റെ കഴിവിനനുസരിച്ചേ ദാനം ചെയ്യാവൂ. നമുക്കില്ലാത്തതെടുത്ത് ദാനം ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെന്തെങ്കിലും കടം വാങ്ങിച്ച് നമ്മൾ ദാനം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ആ സമ്പത്തിൽ നിന്നും വേണം ദാനം ചെയ്യുവാൻ. ആ കഴിവിനനുസരിച്ച് ദാനം ചെയ്യാവൂ. അഹങ്കാരം വളർത്തുന്നതാവരുത് ഒരിക്കലും ദാനം. എളിമയോടെ വേണം ദാനധർമ്മം നിർവഹിക്കുവാൻ. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന ദാനമേ സാത്വികമായ ദാനം എന്ന് പറയാൻ കഴിയൂ. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.